KSFE ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി. തവണ സംഖ്യ 2,50,000 രൂപ. കാലാവധി 40 മാസം. ചിട്ടി സംഖ്യ 1 കോടി രൂപ. 30% ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ 1,87,500 രൂപ. KSFE വടക്കാഞ്ചേരി ബ്രാഞ്ച്, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ കൊച്ചിൻ പാലം വരെയുള്ള റോഡിന്റെ പ്രവൃത്തിക്ക് ആവശ്യമായുള്ള ഫണ്ട് കഴിഞ്ഞ ഒന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ചതാണെന്നും റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താത്തത് ഷൊർണൂർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നും CPIM ഷൊർണൂർ ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് അറിയിച്ചു. റോഡിന്റെ ദുരിതാവസ്ഥയെ തുടർന്ന് ഷൊർണൂർ CPMന്റെ നേതൃത്വത്തിൽ രാവിലെ 10:30 അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ക്യാബിനുള്ളിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. താൽക്കാലികമായി കുഴിയടയ്ക്കുന്നുണ്ടെന്ന് എഞ്ചിനീയർ പറഞ്ഞുവെങ്കിലും ഇതിൽ നേതാക്കളും പ്രവർത്തകരും തൃപ്തരായില്ല. റോഡ് റോളർ എത്തിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പിന്നീട് എഞ്ചിനീയർ കരാറുകാരനെ ഫോണിൽ വിളിച്ച് പ്രവൃത്തികൾ നടത്തണമെന്ന് ഉറപ്പുവാങ്ങിയെങ്കിലും അദ്ദേഹം അത് പാലിക്കുമെന്ന് ഉറപ്പില്ലെന്ന് എഞ്ചിനീയർ പ്രതിഷേധക്കാരോട് പറഞ്ഞു. പ്രവൃത്തികൾ അടുത്ത ദിവസം പൂർത്തിയാക്കിയില്ലെങ്കിൽ PWD ഓഫീസിൽ പ്രതിഷേധവുമായി എത്തുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഷൊർണൂർ ടൗണിലെ പാതകൾ ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് CPIMും രംഗത്തെത്തി. വെള്ളിയാഴ്ച രാവിലെ ഏരിയ സെക്രട്ടറിയും നഗരസഭാ അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാമെന്ന് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പ് ലഭിച്ച ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. ഭരിക്കുന്ന പാർട്ടി തന്നെ സമരരംഗത്തെത്തേണ്ട അവസ്ഥയിൽ ഈ പാതകളുടെ പ്രവൃത്തികൾ എത്തിച്ചു എന്നതാണ് പ്രത്യേകത. ഷൊർണൂർ കുളപ്പുള്ളി പാതയും പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം റോഡുമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇത് കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് പണി നടത്തുന്ന കാര്യത്തിൽ ഇവരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണമെന്നാണ് പാർട്ടി എന്നുള്ള എനിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ ഒരു ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പ്രകാരം പ്രവൃത്തി നടത്തിയിട്ടില്ലെങ്കിൽ ഇനി പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിനാവശ്യമായ ഇടപെടലുകൾ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടുത്തെ AE പറഞ്ഞിട്ടുള്ളത്, AXയുമായിട്ട് AE ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ AE പറഞ്ഞിട്ടുള്ളത് നാളെ തന്നെ ഇതിൻ്റെ പാച്ച് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മഴ വിടുന്ന മുറയ്ക്ക് അതിൻ്റെ ബാക്കി അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നിട്ടുള്ള ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ വീണ്ടും CPMൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അതിശക്തമായിട്ടുള്ള സമരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. PCB ന്യൂസ്, ഷൊർണൂർ.